ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് പ്ലസ് കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴേക്കും കടുങ്കാപ്പി എടുക്കുവാണ്. നിങ്ങൾ വൈകിട്ട് കടുങ്കാപ്പിയൊക്കെ കുടിക്കാറുണ്ടോ? ഞാൻ എല്ലാ ദിവസമൊന്നും കുടിക്കാറില്ല കേട്ടോ. ചേട്ടൻ വീട്ടിലുള്ള ദിവസം മാത്രമേ കടുങ്കാപ്പി വൈകിട്ട് കുടിക്കാറുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ഒരു നേരമാണ് കടുങ്കാപ്പി കുടിക്കുന്നത്. ഇനിയിപ്പോൾ കടുങ്കാപ്പിയൊക്കെ എടുത്ത് കുടിക്കട്ടെ. ഇന്ന് കുറച്ച് നമ്മൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സന്ധ്യയൊക്കെ ആയപ്പോഴേക്കും വിളക്കൊക്കെ കത്തിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നേരെ കുക്കിങ്ങിലേക്ക് പോയിട്ടോ. അപ്പോൾ അതിനാവശ്യമായ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മളതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അതെന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. പിന്നീട് അതിലേക്ക് കുറച്ച് സവോളയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. സവോള ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് സവോളയും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഒന്ന് പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ചേട്ടനാണ് കുക്ക് ചെയ്യുന്നത്. ഇറച്ചി വാങ്ങിക്കുമ്പം കൂടുതലും ചേട്ടനാണ് ഉണ്ടാക്കുന്നത്. എനിക്കത്ര ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ ഇറച്ചി ഉണ്ടാക്കുന്നതിൽ അത്ര എക്സ്പേർട്ട് അല്ല കേട്ടോ. അപ്പോൾ അത് സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴന്നു വന്നു. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ആവശ്യമായ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേട്ടൻ്റെ കൈ കണക്കാട്ടോ. നമുക്ക് ഇറച്ചി എന്തോരം ഉണ്ടോ അതനുസരിച്ച് പൊടികൾ എടുക്കുക. അപ്പോൾ ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വരണം. നമ്മൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല, ചേട്ടനും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാറില്ല. സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടിത് നമുക്ക് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. നമ്മളിപ്പോൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. മസാല ഓൾറെഡി നന്നായിട്ട് മൂത്തതായിരുന്നല്ലോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പം നന്നായിട്ട് ഇതെല്ലാം സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ അടി പിടിക്കാതെ എപ്പോഴും കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കരിഞ്ഞൊന്നും പോകരുതല്ലോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. നിങ്ങളിങ്ങനെ ബീഫ് ഉണ്ടാക്കാറുണ്ടോ? ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ബീഫ് വാങ്ങിക്കുമ്പോൾ 1 കിലോ ബീഫും കുറച്ച് എല്ലും കൂടെ കൂടിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊരു എല്ല് കറിയും. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നമ്മുടെ ബീഫിലേക്ക് എല്ലാം മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാത്തിലേക്കും നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇളക്കി എല്ലാം സെറ്റായി കഴിയുമ്പോൾ നമ്മളിത് മൂടി വെക്കണം. മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറി റെഡിയാവും. ബീഫ് കറി അല്ല, എല്ല് കറി റെഡിയാകും. എങ്ങനെ വേണേൽ പറയാം കേട്ടോ. അപ്പോൾ അതേ മൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. ബീഫ് നന്നായിട്ട് വെന്തതായിരുന്നല്ലോ. അപ്പോൾ അതേ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോ? എനിക്കിത് കണ്ടപ്പോഴേക്കും കൊതിയായിട്ടോ. ചേട്ടൻ ഉണ്ടാക്കുന്ന ബീഫ് കറിയൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ബ്രെഡ് വാങ്ങിയത് ഇരിക്കുന്നുണ്ടായിരുന്നു. ബീഫ് കറി റെഡിയായ പിന്നെ നമ്മൾ വേറൊന്നും നോക്കുന്നില്ലല്ലോ. ഉടനെ തന്നെ 2 പ്ലേറ്റ് എടുത്ത് വെച്ചു. അതിലേക്ക് ബ്രെഡൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും ബീഫ് കറിയും, ബ്രെഡും ചിക്കൻ കറിയും, ബ്രെഡും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നല്ല കിടു കോമ്പിനേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അതേ ബീഫും എടുത്തു, നല്ല ബ്രെഡ് എടുത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ബീഫ് കറി ഇട്ടു. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കട്ടെ. നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായും കഴിച്ച് നോക്കാം. അപ്പോൾ കുക്കിംഗ് വീഡിയോയും ഈവനിങ് വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും വരാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.